പറഞ്ഞു MD വന്ന് കാണാൻ പറഞ്ഞു. കാണാൻ വന്നപ്പോൾ എനിക്ക് തരുന്നത് ടെർമിനേഷൻ ലെറ്ററാണ്. ഇന്ന് എനിക്ക് ടെർമിനേഷൻ ലെറ്ററും കൂടെ തന്നിരിക്കുകയാണ്. ഞാൻ ചുമ്മാ കറങ്ങാൻ പോകാനൊന്നുമല്ല ഇവിടെ. ഇതിൻ്റെ ഒരു ഉൾഭയം കൊണ്ടാണ് ഓൾറെഡി ഞാൻ നേരത്തെ ഇതിന് മുമ്പ് ഞാൻ ഇറങ്ങി പോകേണ്ടി വന്നത്. അവർക്ക് ലീവ് എടുക്കാം, അവർക്ക് എപ്പോൾ വേണോ കയറി വരാം, എപ്പോൾ വേണോ അവർക്ക് പോവാം. തെണ്ടിത്തണമെന്ന് ഞാൻ പറയുള്ളൂ, മനസ്സിലായില്ലേ? എനിക്കതിൽ ഒരു വിഷമവുമില്ല. നിങ്ങൾ കാണിച്ചെന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകില്ല. എനിക്ക് ജോലി അല്ലെങ്കിൽ വേറെ ജോലി, എനിക്ക് ജീവിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. കരമന കതിർ TVS എന്ന സ്ഥാപനത്തിൽ നിന്ന് ഇവിടെയുള്ള HR മാനേജറെ ഒരു ദിവസം അവധിയെടുത്തതിനെ തുടർന്ന് പുറത്താക്കി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ടെർമിനേറ്റ് ചെയ്തു എന്ന രീതിയിലാണ് പറയുന്നത്. ആ ഒരു HR മാനേജർ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. എന്താണ് പേര്? എൻ്റെ പേര് മീനാക്ഷി എന്നാണ്. ഞാനിപ്പോൾ ഇവിടെ കയറിയിട്ട് 8 മാസത്തോളമായി. ഞാനിതിൽ നമുക്കിവിടെ കമ്പനി നിയമപ്രകാരം നമുക്ക് ആകെ ഒരു ലീവാണ് നമുക്കുള്ളത്. അത് ഞാൻ എടുത്തു. അത് എടുത്തതിൻ്റെ പേരിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ വന്നു തുടങ്ങിയത്. ഞാൻ ഇപ്പോൾ നമ്മുടെ ഓണം ഹോളിഡേയ്സ് നമുക്കിവിടെ ഉത്രാടം വരെ നമുക്ക് ഓപ്പൺ ചെയ്ത് ഇവിടെ ഉണ്ടായിരുന്നു, വർക്കിംഗ് ആയിരുന്നു. അതിനുശേഷം നമുക്ക് 3 ദിവസം ലീവ് ഉണ്ടായിരുന്നു. ഞാൻ തിങ്കളാഴ്ച ഇന്നലെ ഒരു ദിവസം ഞാൻ ലീവ് എടുത്തു, കാരണം എനിക്ക് ഫുഡ് പോയിസൺ ആയിരുന്നു. ഞാൻ ലീവ് എടുത്തു. ലീവ് എടുത്തതിൻ്റെ പേരിൽ നമ്മുടെ GMൻ്റെ കയ്യിലും ഇവിടെ വേറൊരു ശിവ എന്ന് പറയുന്നത് MDയുടെ മോനാണ്, പുള്ളിക്കും ഞാൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞതുപോലെ ലീവ് എനിക്ക് തരാൻ പറ്റത്തില്ല, എനിക്ക് MD ഞങ്ങൾക്ക് അപ്രൂവൽ തന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു എനിക്ക് വന്നാലും എൻ്റെ അവസ്ഥ വളരെ മോശമാണ്, കാരണം അത്രയും ഒരു മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഞാൻ ഇരിക്കുന്നത്, എൻ്റെ ഹെൽത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ MD ആയിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ MD വിളിക്കാൻ വേണ്ടി ഞാൻ മുതിർന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ലീവ് തരില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഹോസ്പിറ്റലിൽ പോയ എൻ്റെ എല്ലാ റിപ്പോർട്ടും, മെഡിക്കൽ റിപ്പോർട്ടും ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ട് ഇന്ന് രാവിലെ ഞാൻ അടുത്ത ദിവസം എൻ്റെ അടുത്ത് ഇവർ പറഞ്ഞു MD വന്ന് കാണാൻ പറഞ്ഞു. കാണാൻ വന്നപ്പോൾ എനിക്ക് തരുന്നത് ടെർമിനേഷൻ ലെറ്ററാണ്. അതിൽ എന്ത് കാരണത്താലാണെന്ന് ഞാൻ MDയുടെ അടുത്തും എല്ലായിടത്തും ചോദിച്ചപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവ് എടുത്തത് കൊണ്ടാണ് എന്നാണ് അവർ എന്നോട് പറയുന്നത്. അപ്പോൾ ഈ ലീവ് എടുത്തതിൻ്റെ കാര്യത്തിൽ എനിക്കൊരു പ്രൂഫോ എനിക്ക് ഒരു കാര്യങ്ങളോ എനിക്കും കിട്ടിയിട്ടില്ല, അവർക്കും ഇല്ല. അതില്ലാത്തടത്തോളം കാര്യം എന്നെ എങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് എന്നെ ടെർമിനേറ്റ് ചെയ്യും? ടെർമിനേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ എനിക്കൊരു വാർണിംഗ് ലെറ്റർ കിട്ടിയിട്ടില്ല. അതിൻ്റെ ഒരു ഒരു 2 ആഴ്ച മുന്നേ പോലും എനിക്ക് MDയുടെ നിന്ന് എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയൊരു വ്യക്തിയാണ്. മീനാക്ഷി ഇവിടെ നന്നായിട്ട് ജോലി ചെയ്യുന്നതുകൊണ്ട് യു ആർ ഡൂയിങ് യുവർ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് വളരെ എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇതേപോലെ തന്നെ കഴിഞ്ഞ വർഷവും ഒരു സെപ്റ്റംബറിൽ ഓണം അടുപ്പിച്ച് ഇതുപോലെ ഒരുപാട് മോശ പ്രവർത്തികൾ ഇതുപോലെ എംപ്ലോയീസിൻ്റെ അടുത്ത് കാണിച്ചു. 10 പേര് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയേണ്ട ഒരു അവസ്ഥ വന്നു. 10 പേര് ഇവിടെ നിന്ന് ഇറങ്ങി. അതുമാത്രമല്ല, ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തിൽ രാജ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ കമ്പനി ഡയറക്റ്റ് ടെർമിനേറ്റ് ചെയ്തൊരു വ്യക്തി, പുള്ളി ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ സസ്പെൻഷനിലാണെന്നാണ് അറിഞ്ഞത്. അതെ, പുള്ളി ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ന്യൂസ് ഇവിടെ വിളിക്കുമെന്ന് പറഞ്ഞ സമയത്താണ് പുള്ളി ഇവിടെ നിന്ന് പോയത്. വളരെ മോശം അഭിപ്രായം, വളരെ മോശം ഒരു ഇതായിട്ടാണ് എനിക്കിവിടെ ഇന്ന് കിട്ടിയത്. കാരണം ഞാൻ എന്നിട്ട് പുള്ളിയുടെ അടുത്ത് ഞാൻ കരഞ്ഞപേക്ഷിച്ച് ഞാൻ പറഞ്ഞു, എൻ്റെ എല്ലാ റെക്കോർഡും കാര്യങ്ങളും ഉണ്ട്. കരഞ്ഞപേക്ഷിച്ച് ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ഒരു HR മാനേജറിൻ്റെ ഒരു അവസ്ഥയാണിത് ഇവിടുത്തെ. മീനാക്ഷി, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. ഇത്രയും നാൾ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് താങ്കളെ. അന്ന് MDയുടെ വഴക്ക് വായിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കുകയും ചെയ്തു. എന്നിട്ട് ഇന്ന് എൻ്റെ ജോലിക്ക് ഭീഷണിയാവുന്ന രീതിയിൽ എൻ്റെ തന്നെ വീഡിയോ എടുത്ത് ഇന്ന് കാണിച്ച ആ ഒരു പ്രകടനം ഉണ്ടല്ലോ, അത് മനസാക്ഷി ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും സമാധാനമായിട്ട് ഇരുന്ന് ആലോചിച്ച് നോക്കണം ഇയാൾ ചെയ്തത് ശരിയാണോ അല്ലേന്ന്. പിന്നെ TVS എനിക്ക് ടെർമിനേഷൻ അടിച്ചു തന്നിട്ടില്ല. ഓക്കെ, എനിക്ക് AM മാത്രമേ എൻ്റെ അടുത്ത് ഇവിടെ വരില്ലെന്ന് പറഞ്ഞിട്ടുള്ളൂ. TVS എനിക്ക് ടെർമിനേഷൻ അടിച്ചിട്ടില്ല. ഞാൻ കതിരേശ് സാറിൻ്റെ സ്റ്റാഫാണ്, മനസ്സിലായ? എന്നെങ്കിലും ഇന്ന് വീഡിയോ എടുക്കാൻ കാണിച്ച ആ ഒരു ഉത്സാഹം ഉണ്ടല്ലോ, എന്നത് ഒരുപാട് ഹേർട്ട് ചെയ്തു. പക്ഷേ അത് കൂടെ നിൽക്കുന്നവരെ ഇനി ചതിക്കല്ലേ. പിന്നെ ഇയാൾക്ക് പ്രശ്നം അത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ സോൾവ് ചെയ്ത് അത് തീർക്കുന്ന പാലം ഇതുവരെ ജോലി ചെയ്ത സ്ഥാപനത്തിനെതിരെ വീഡിയോ ഒക്കെ എടുക്കുന്നത് അതൊന്നും ശരിയായ നടപടിയല്ല. പിന്നെ എൻ്റെ അടുത്ത് കാണിച്ചത് തെണ്ടിത്തണമെന്ന് ഞാൻ പറയുള്ളൂ, മനസ്സിലായില്ലേ? എനിക്കതിൽ ഒരു വിഷമവുമില്ല. നിങ്ങൾ കാണിച്ചെന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകില്ല. എനിക്ക് ജോലി അല്ലെങ്കിൽ വേറെ ജോലി, എനിക്ക് ജീവിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടാ. പക്ഷെ എപ്പോഴെങ്കിലും മനസ്സമാനായിട്ട് ഇരിക്കുമ്പം ഒന്ന് ആലോചിക്കണം ഒരു നിമിഷം. എങ്ങനെയാണ് ഇവിടെ ഉള്ളവരുടെ പെരുമാറ്റം? എനിക്ക് ഇത്രയും നാൾ വരെ എനിക്കൊരു ക്യാബിൻ എനിക്കില്ല. ഞാൻ ഇരിക്കുന്ന സർവീസ് ആൾക്കാരുടെ കൂടെയാണ്.
ഞാൻ ഫുഡ് കഴിക്കുന്നത് റാമ്പിലിരുന്നാണ് ഞാൻ കഴിക്കുന്നത്. അതായത് വണ്ടി പണിയുന്ന ആൾക്കാരുടെ കൂടെയാണ് ഞാൻ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. എനിക്കൊരു ഞാനൊരു ക്യാബിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അവർ വേറൊരു ക്യാബിൻ എനിക്ക് ചെയ്തു തന്നു. അതിലൊരു ഫാൻ ഇല്ല, അതിലൊരു ലൈറ്റ് ഇല്ല, ഒരു ഇലക്ട്രിസിറ്റി ഇല്ല, ഒന്നുമേ തന്നെ ഇല്ല. ഒരു ക്യാബിനിൽ നമ്മൾ എങ്ങനെ ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരു 4 ചെവിൽ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യും? ഞാനിപ്പോൾ ഇരിക്കുന്ന ക്യാബിനിൽ അത് സർവീസ് മാനേജറിൻ്റെ ക്യാബിനാണ്. ഒരാൾ വരുമ്പോൾ നമ്മൾ ഒരാൾ എണീറ്റ് കൊടുക്കണം. ഇതാണിപ്പോൾ അവിടുത്തെ അവസ്ഥ. ഞാൻ എന്നിട്ട് ഒരു ദിവസം ഞാൻ ആ ക്യാബിനിൽ ഞാൻ ചെന്നപ്പോൾ നമ്മുടെ മരപ്പട്ടിയുടെ പല രീതിയിലുള്ള വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഞാൻ GM-നെ ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ GM എന്നോട് പറയുന്ന വാക്കാണ്, ഇത് ക്ലീൻ ചെയ്ത് മീനാക്ഷി ഇത് തുടച്ചിട്ടിരുന്നാൽ പോരെ എന്നാണ് അവർ എൻ്റെ അടുത്ത് പറയുന്നത്. അതൊന്നും ഇതുവരെയും ഞാൻ പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഒരു കമ്പനിയിൽ നിന്ന് ഒരു ടെർമിനേഷൻ ലെറ്റർ കിട്ടുമ്പോൾ അതെനിക്ക് വളരെ ഒരു വിഷമമാക്കുന്നൊരു കാര്യമാണ്. എന്ത് റീസണിലാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എന്ത് റീസൺ ആണെന്നും എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ട നടപടി എനിക്ക് കിട്ടിയാലേ പറ്റും. കാരണം എൻ്റെ ഒരു കരിയറാണ്. ഒരു ടെർമിനേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ എന്ത് ഡോക്യുമെൻറ്റ്സ് വേണോ ഞാൻ സബ്മിറ്റ് ചെയ്യാം. എൻ്റെ ജെനുവിനിറ്റിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ടെർമിനേഷൻ ലെറ്റർ നമ്മുടെ രേഷ്മ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്സിലുള്ള ഒരു പുള്ളിക്കാരി ചെന്ന് ഡയറക്റ്റ് MD യോട് സംസാരിച്ചു. ഇതുപോലെ ലേബർ ഓഫീസിലൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നമാകുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ടെർമിനേഷൻ ലെറ്റർ തിരിച്ചു തരാൻ പറഞ്ഞിട്ട് റെസിഗ്നേഷൻ ഇട്ട് പോകാൻ പറഞ്ഞു. റെസിഗ്നേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ റീസൺ വേണം. എനിക്ക് കിട്ടിയിട്ടില്ല. അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടാണ്ട് എൻ്റെ വീട്ടിൽ വിളിച്ചിട്ട് കാര്യം പറയുവാണ്. അതായത് ഇവിടെ വന്ന് ഞാനിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നു കാര്യങ്ങളെല്ലാം എൻ്റെ വീട്ടുകാരെ വിളിച്ചാണ് ഇവർ അറിയിക്കുന്നത്. ഒരു ലീവ് കോമൺ ആയിട്ടുള്ള നമുക്ക് ലീവ് കോമൺ, പക്ഷേ ഇവിടെ നമുക്കൊരു ഫെസ്റ്റീവ് ലീവ് ഇല്ല, ഒരു സിക്ക് ലീവ് ഇല്ല, വേറെ നമുക്ക് മെഡിക്കൽ ലീവ് ഒരു കാര്യമേ ഇല്ല. നമ്മളൊരു ലീവ് എക്സ്ട്രാ നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ പോലും പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയും കണ്ട് ലീവ് എടുക്കണം, അത് നിങ്ങളുടെ ജോലിയിൽ ബാധിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ കളഞ്ഞിട്ട് പോകണം. ഇവിടെ നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കിയാൽ മെജോറിറ്റി ആൾക്കാരും ഇവിടെ റെസിഗ്നേഷൻ ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്നാണെങ്കിലും എനിക്കത് റെസിഗ്നേഷൻ കിട്ടിയ ആൾക്കാർ എൻ്റെ അടുത്തുണ്ട്. വളരെ മോശമായിട്ടുള്ളൊരു ഇതാണ് കിട്ടുന്നത്. ഞാൻ പലയിടത്തും ഇതിനു മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ടോട്ടൽ എനിക്ക് 3 years ഓഫ് എക്സ്പീരിയൻസ് പലയിടത്തും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഇതിൽ ബാഡ് എക്സ്പീരിയൻസ് ഉള്ളൊരു ഓഫീസ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും HR മാനേജറെ മാത്രമല്ല ഇവിടുത്തെ ടെക്നീഷ്യനെയും ഒരു കാരണവുമില്ലാതെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ഞങ്ങളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് പേര്? എൻ്റെ പേര് മുഹമ്മദ് ഷുഹൈബാണ്. എത്ര ദിവസത്തെ അവധിയാണ് എടുത്തത്? ഞാൻ ഇവിടുത്തെ മെഡിക്കൽ ലീവ്, ആക്സിഡൻറ്റിൻ്റെ മെഡിക്കൽ ലീവ് എന്ന് പറഞ്ഞിട്ട് ലീവ് എടുത്ത് പോയത്. മെഡിക്കൽ ലീവ് ഓൾറെഡി ഒരു സ്ഥാപനത്തിലുണ്ട്. ഇവർ അപ്രൂവ് ചെയ്തതാണ്. MD എന്നെ അപ്രൂവ് ചെയ്ത് തന്ന ലീവാണ്. ആ ലീവ് എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ അതിൻ്റെ ആവശ്യമായിട്ട് ഇന്നലെ വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിളിച്ച് കിരൺ സാറെന്ന് പറഞ്ഞ സർവീസ് മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, സാറിന് ഇതേപോലെ വരും, ലേറ്റാവും, നാളെ വരുള്ളൂ, കുറച്ച് ഇൻഷുറൻസിൻ്റെയും GD-യുടെ കാര്യമായിട്ട് ഓടുകയാണ് എല്ലാം പറഞ്ഞിട്ട് ഇന്ന് വന്ന് രാവിലെ വന്നപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നു, ജോലിയൊന്നും ചെയ്യണ്ട, സൈഡിൽ മാറി എനിക്ക് MD-യെ കണ്ടിട്ട് കയറി. ഞാൻ ഇതേപോലെ MD വന്നിട്ട് കയറിപ്പോയി. പുള്ളി ഒന്നും ഉണ്ടല്ല, ലെറ്റർ ടെർമിനേഷൻ ലെറ്റർ തരെയാണ്. ഈ ടെർമിനേഷൻ ലെറ്റർ നമ്മളെ കരിയർ ഗ്രോത്തിനെ ബാധിക്കുന്നത്. നമ്മളിപ്പോൾ എവിടെ പേരെന്താണ്? കതിരേശൻ MD. ഒന്നും പറയല്ല, പുള്ളി നോ എക്സ്ക്യൂസ്. മറ്റേ നമ്മൾ അപ്രൂവ് ലീവ് ഉണ്ട് കയ്യിൽ. ആക്സിഡൻറ്റ് കേസാണ്. ഞാൻ വിത്ത് പ്രൂഫ് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി സമ്മതിക്കുന്നില്ല. പുള്ളി എൻ്റെ അടുത്ത് പറയാണ് ലെറ്റർ ടെർമിനേഷൻ ലെറ്റർ. ഞാൻ പറഞ്ഞു ടെർമിനേഷൻ ലെറ്റർ ക്യാൻസൽ ചെയ്ത് റെസിഗ്നേഷൻ ഞാൻ തരാം, കാരണം എൻ്റെ ജോലിയെ ബാധിക്കുക എടുത്താൽ. പുള്ളി ഒരു ഇതുമില്ല, ഒരു എക്സ്ക്യൂസും ഇല്ല. മെഡിക്കൽ ലീവ് ആണെങ്കിൽ പോലും അപ്രൂവ് തരില്ല. ആവശ്യം എന്താണ്? ഇനി ഇവിടെ തിരിച്ച് കയറാനാണോ അല്ലെങ്കിൽ എന്തെങ്കിലും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ നിൽക്കുന്ന. കാരണം ഒരാൾക്ക് 3 വാണിംഗ് ലെറ്റർ കൊടുക്കണം, അതിനും പുറമേ ഒരു ലെറ്റർ ഉണ്ട്, അതുപോലും ഇല്ല പുള്ളി പറയുന്നത്. പുള്ളി ഇപ്പോൾ പോകുന്നു, ലോട്ടറി ടിക്കറ്റ് തരുമ്പോഴാണ് ടെർമിനേഷൻ ലെറ്റർ തരുന്നത്. ഇത് നടക്കുന്ന ഒരു കാര്യമില്ല. ഒരു സ്ഥാപനത്തിൽ പോലും ഇത് നടക്കത്തില്ല. ഇവിടെ മാത്രമാണ് ഇതേപോലെ നടക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളോടൊക്കെയുള്ള പെരുമാറ്റം? വളരെ മോശമാണ്. കസ്റ്റമറിൻ്റെ അടുത്ത് പോലെ തന്നെ നമ്മളുടെ അടുത്തും ഭയങ്കര മോശമാണ്. എല്ലാ തൊഴിലാളികളോടും വളരെ മോശമായി. തൊഴിലാളികൾക്ക് ഇവിടെ ഒരു ഫ്രീഡം ഇല്ല. ഇപ്പോൾ തൊഴിലാളിക്ക് വീട്ടുകാരുള്ളതാണ്. വീട്ടുകാർക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഹോസ്പിറ്റൽ കേസിൽ പോയിട്ട് വന്നാൽ പോലും ഒരു ഗുണ്ടായിസം പോലെയാണ്. പറഞ്ഞു വിട്ടുകളയും, ഇറങ്ങിപ്പോവും, പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകും, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇന്ന് എനിക്ക് ടെർമിനേഷൻ ലെറ്ററും കൂടെ തന്നിരിക്കുകയാണ്. ഞാൻ ചുമ്മാ കറങ്ങാൻ പോകാനും ഒന്നുമല്ല ഇവിടെ ലീവ് എടുത്തേ. ഞാൻ അറിയിച്ചിരുന്നില്ലല്ലേ ഈ ഒരു ടെർമിനേഷൻ? മുൻകൂട്ടി ഒന്നും അറിയിച്ചില്ല. ഇവിടെ രാവിലെ വരുന്നു, സാധാരണ എന്ന് വരുമ്പോൾ MD-യെ കണ്ടിട്ട് കയറാൻ പറയും പോലെ പറയും. ഇന്ന് വന്ന് കയറിയപ്പോൾ പുള്ളി എടുത്ത് തരാണ് ടെർമിനേഷൻ ലെറ്റർ. ഇത് വളരെ മോശമാണ്. ഇത് ഒരു കമ്പനിയിലും ഇങ്ങനെ നടക്കത്തില്ല. ഞാൻ വർക്ക് ചെയ്ത് TVS സെയിൽസ് മാനേജറാണ് വർക്ക് ചെയ്തത്. ഇവിടെ എല്ലാം പാർസലായിരുന്നു. അപ്പം നമുക്കിങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെയിൻ ബ്രാഞ്ചും നമ്മളൊക്കെ സബ് ബ്രാഞ്ചുകളാണ്.
സബ് ബ്രാഞ്ച് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്നാണ് വണ്ടികളും എല്ലാം കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു സെയിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിംഗ് ഉണ്ട്. നമുക്ക് ഓൾറെഡി സാലറി ഉണ്ട്, പ്ലസ് നമുക്ക് ഇൻസെൻറ്റീവും കൂടെ വരുന്നുണ്ട്. ഇൻസെൻറ്റീവിൻ്റെ കാര്യം ചോദിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ MD അല്ല ചെയ്യുന്നത്, മെയിൻ ബ്രാഞ്ചിൽ നിന്നാണ് ചെയ്യുന്നത്. ഈ ഉണ്ടാകുന്ന ഇൻസെൻറ്റീവ് പ്രോപ്പറായിട്ട് തരത്തില്ല. അത് ഈ ജനറൽ മാനേജർ എന്ന് പറയുന്ന രാജൻ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് പിടിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മേലിലുള്ള ഓഫീസറിന് ചോദിച്ചു കഴിയുമ്പം അവർ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ ചോദിക്കാൻ പറയും. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇവിടെ ഒന്ന് ചോദിച്ചപ്പം എന്നെ തീരെ മോശമായിട്ട് വൾഗറായിട്ട് സംസാരിച്ച് എന്നെ കള്ളാന്ന് വിളിച്ചു. നീയാണ് ഈ പൈസകളൊക്കെ എടുത്തുകൊണ്ട് പോകണമെന്ന രീതിയിൽ തീരെ മോശമായിട്ട് സംസാരിച്ചു. അതേപോലെ ഇവിടെ പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് അല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ അതായത് HR എന്ന് പറയുന്നത് എൻ്റെ വൈഫാണ്. ഇവിടെ ആളുടെ ജോലി ഇവിടെ കളയാൻ കാരണം തന്നെ ഇവിടെ വൈഫായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ആള് ഒരു പ്രോസസ്സ്, അതായത് ഒരു ദിവസം ആൾക്ക് ഹെൽത്ത് തീരെ മോശമായതുകൊണ്ടാണ് ആൾ ലീവ് എടുക്കേണ്ടി വന്നത്. ലീവ് എടുത്ത് അടുത്ത ദിവസം വന്നിട്ട് പറയുകയാണ് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് എന്ത് പ്രോസസ്സെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ഒരു ഉൾഭയം കൊണ്ടാണ് ഓൾറെഡി ഞാൻ നേരത്തെ ഇതിന് മുമ്പ് ഞാൻ ഇറങ്ങി പോകേണ്ടി വന്നത്. കാരണം കൂടാതെയാണ് ഇവിടെ ഇങ്ങനെ ഞാൻ ഒരു കാരണമില്ലാതെയാണ് ഇവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്തത്. എന്ത് റീസൺ ചോദിക്കുമ്പം അവർ പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ പേപ്പർ തിരിച്ചെത്താ, നമ്മളതിന് എന്താ പറയുക റെസൈൻ ലെറ്ററാക്കി തരാം. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്. അതായത് ഒരു കതിർ TVS എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടുള്ള TVSൻ്റെ മെയിൻ ബ്രാഞ്ച് ഒരു കമ്പനിയാണ്. അവർക്ക് പോലും ഒരു പ്രോപ്പറായിട്ട് ഒരു സിറ്റിംഗ് ഇല്ല. അവർ കറക്റ്റ് മറകണ്ഠം ചാടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യം ടെർമിനേറ്റ് തരുന്നു, പിന്നെ അത് മറ്റേ റിസൈൻ ലെറ്റർ തരുന്നു. എന്താണ് കൺഫർമേഷൻ അവർക്കറിയത്തില്ല. അവിടെ ഇരിക്കുന്ന ആർക്കും നേരച്ചോ സംസാരിക്കാൻ പോലും അറിയത്തില്ല. മുൻകൂട്ടി വാണിംഗ് കോമൺ ആയിട്ടുള്ള ഒരു പ്രോപ്പറായിട്ട് ഒരു കാര്യം തന്നിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ വിളിച്ച് ഭീഷണി പോലെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി അവിടുത്തെ മാനേജറിനൊക്കെ വിളിച്ച് വെച്ചപ്പോൾ അയ്യോ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, മീനാക്ഷി എന്നും ജോലി ചെയ്യണത് പോലെ പ്രോപ്പറായിട്ട് വന്നാൽ മതി, എന്നിവിടെ വർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആളൊരു 9 മണിക്ക് ഇവിടെ വന്ന് 11 മണിയായപ്പോഴത്തേക്ക് പേപ്പർ തുടങ്ങിയത് നിങ്ങൾ ഇനി ഇവിടെ ജോലി ചെയ്യേണ്ടതെന്ന് പറയണത്. പ്രോപ്പറായിട്ട് ഒരു റീസണും പറഞ്ഞിട്ടില്ല. ആൾ മെൻ്റലിയും അല്ലാതെ ഫിസിക്കലിയും ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് ആൾ വരാതിരുന്നത്. ഒരേ ഒരു ദിവസം ഈ മാസത്തിൽ ഒരേ ഒരു ദിവസം 4 ദിവസം കൊണ്ട് ഓണത്തിൻ്റെ ലീവ് കഴിഞ്ഞ് അടുത്തൊരു ദിവസം വരാതിരുന്നതിന് ഒരു പ്രോപ്പറായിട്ട് ഒരു റീസണും ഇല്ലാതെയാണ് ആൾക്ക് ഇത്രയും മോശമായിട്ടുള്ള. അതേപോലെ തന്നെ ഇവിടെ സംസാരിക്കുന്നത്, ഇവിടെ ഒരു ക്യാബിൻ്റെ അകത്ത് വിളിച്ചു വെച്ചിട്ട് തീരെ വൾഗറായിട്ടാണ് മാനേജ്മെൻറ്റും ഈ പറഞ്ഞ പോലെ MD ഉൾപ്പെടെ സംസാരിക്കുന്നത്. നിലവിൽ ഇവിടെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എനിക്കൊണ്ട് കഴിഞ്ഞൊരു ഓണത്തിന് 13 പേര് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് എനിക്കൊന്ന് ഈ ഓണത്തിനും ഏകദേശം ഒരു 3-4 പേര് HR-ന് ഓൾറെഡി മെയിൽ അയച്ചിട്ടുണ്ട്, റിസൈൻ ലെറ്റർ വേണമെന്ന് പറഞ്ഞ്. അല്ലാതെ തന്നെ 3 പേരെ ടെർമിനേറ്റ് ചെയ്തു. നമുക്ക് ഇവിടെ ഞാനൊരു HR മാനേജറാണ്. എനിക്കിവിടെ പുറത്ത് നമ്മളൊരു HR മാനേജറിന് കിട്ടുന്ന ഒരു സാലറി പോലും എനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നില്ല. അതിനാണെന്നുണ്ടെങ്കിലും കട്ട് ഓഫ് വരുന്നുണ്ട് കാര്യങ്ങൾ. കാരണം ഇതിൽ ഞാനൊരു ദിവസം ലീവെന്നും പറഞ്ഞിട്ട് ഇവർ സാലറി തന്നെ ഹോൾഡ് ചെയ്ത്. അതും കൂടാതെ ഇവിടെ 8-9 വർഷം ജോലി ചെയ്ത ആൾക്കാർക്ക് പോലും വളരെ 11,000-12,000 രൂപയ്ക്കാണ് സാലറി വരുന്നത്. അത് അക്കൗണ്ട്സിലായിക്കോട്ടെ, ഇവിടെ വരുന്ന ഒരു ക്ലീനിങ്, പല ആൾക്കാർക്ക് പല സാഹചര്യങ്ങളുള്ളതുകൊണ്ടാണ് ഒരു സ്ഥാപനത്ത് ഒരു ജോലിക്ക് വരുന്നത്. 8-9 വർഷമായ ആൾക്കാർക്ക് പോലെ 10,000, 11,000, 12,000 രൂപയ്ക്കകത്താണ് സാലറി വരുന്നത്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസെൻറ്റീവ് ആണെന്നുണ്ടെങ്കിലും മന്ത്ലി ഇപ്പം ഓരോ വണ്ടിക്ക് ഓരോ ടാർഗറ്റാണ്. അതിന് പോലും പുള്ളിയാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇന്ന ആൾക്കാർ. കാരണം പുള്ളി ഓരോ ആൾക്കാരുടെ ക്യാരക്ടർ ആണെങ്കിലും എന്തെങ്കിലും ഇപ്പം എന്നെപ്പറ്റി ഇന്നൊരു മോശം അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ അവർക്ക് സാലറി ഇല്ല, അല്ലെങ്കിൽ ഇൻസെൻറ്റീവ് ഇല്ല. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു പോക്കെന്ന് പറയുന്നത്. പിന്നെ HR മാനേജർ എന്ന് പറയുന്ന ഒരു ഡ്യൂട്ടീസ് തന്നെ എന്നിൽ കൂടെ അല്ല ഇവിടെ നടക്കുന്നത്. അതിന് മീഡിയേറ്ററായിട്ട് GM എന്ന് പറയുന്ന ഒരാളുണ്ടാവും. ആ പുള്ളി വഴിയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഇതിൽ തന്നെ ESI PF എന്ന് പറയുന്ന കാര്യമുണ്ട്. ഞാൻ പിള്ളേരോട് ESI PSFൻ്റെ ഫോം കൊടുക്കുമ്പോൾ അവരെന്നോട് ചോദിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഡം ഒരു 10-11 രൂപ ശമ്പളമുള്ള ഞങ്ങൾക്ക് അതിലൊരു 2,000-3,000 രൂപ പിടിക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഒരു കാര്യങ്ങളും ഞങ്ങളുടെ കയ്യിലില്ല. കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഫാമിലി ഇഷ്യൂസും അതും ഇതും എല്ലാം ആയിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ജോലിക്ക് വന്നേക്കുന്നത്. അതുപോലും ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്നില്ല. വളരെ മോശമായിട്ടുള്ളൊരു സാലറിയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് പോലും. എത്ര വർഷമായി ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നു? ഞാനിപ്പോൾ ഏകദേശം ഒരു 8-9 മാസമായി. എനിക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഇവിടുത്തെ നമ്മുടെ TVS പ്രകാരം എല്ലാ TVS അതായത് നമ്മുടെ മെയിൻ ഹെഡ് TVS ഈ കഴിഞ്ഞ ഏപ്രിലിൽ എല്ലാവർക്കും സാലറി കൂട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെയും അതിൻ്റെ ഒരു നടപടിയോ കാര്യങ്ങളോ എടുത്തിട്ടില്ല. അതും കൂടാണ്ട് കഴിഞ്ഞ മാസം ലേബർ ഓഫീസിൽ നിന്ന് ആൾക്കാർ വന്നപ്പോൾ പല കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചു. അപ്പോഴും എല്ലായിടത്തും GM ഉൾപ്പെടെ MD ഉൾപ്പെടെ ഞങ്ങളടുത്ത് പറഞ്ഞ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HR അതെന്തെങ്കിലും പറഞ്ഞ് സോൾവ് ചെയ്ത് വിടൂ, അങ്ങനെയാണ് പറയുക. കാരണം അവർ മെയിനായിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്കൊരു ഫെസ്റ്റീവ് ലീവ് ഉണ്ടോ, നിങ്ങൾക്കൊരു സിക്ക് ലീവ് കിട്ടുന്നുണ്ടോ, കാര്യങ്ങളാണ് ഞങ്ങളോട് ചോദിക്കുന്നത്. ഞങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഇതിലൊന്നുമേ ഞങ്ങൾക്ക് കിട്ടുന്നില്ല.
ഒരു ഞായറാഴ്ച പോലും ഞങ്ങളുടെ ഷോറൂം വർക്കിംഗ് ആണ്. ഒരു ഹർത്താലാണെങ്കിൽ പോലും കതിർ TVS വർക്കിംഗ് ആണ്. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ ലീവ് അല്ലെങ്കിൽ സാർ ഇന്ന് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് എന്തെങ്കിലും ഒരു നേരത്തെ ഒരു 5 മിനിറ്റ് വിടോ, ഭീഷണിയാണ് ഇവിടെ. ഞാൻ ഇത്രയും സത്യസന്ധമായി വർക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നീതി ലഭിക്കില്ലല്ലേ? ഞാനിപ്പോൾ ഈ പറയുന്നത് പോലെ ഇവിടെ ഒരു കള്ളത്തരവും ഒരു കാര്യങ്ങളും ഒന്നുമേ നമ്മളിവിടെ കാണിക്കാതെയാണ് ഇവിടെ ഓരോ എംപ്ലോയീസും ഇവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ വേറെ ഒരു GM ആയിക്കോട്ടെ, SM ആയിക്കോട്ടെ, SSM ആയിക്കോട്ടെ, അവർക്ക് ഇവിടെ എന്തും കൊണ്ട് അവർക്ക് ഇവിടെ ഫുൾ ഫ്രീഡം ആണ്. അവർക്ക് ലീവ് എടുക്കാം, അവർക്ക് എപ്പോൾ വേണോ കയറി വരാം, എപ്പോൾ വേണോ അവർക്ക് പോവാം. ഇതാണ് ഇവിടുത്തെ. താഴെ സർവീസ് മാനേജർ എന്ന് പറയുന്ന ഒരാളെയും എന്നെയാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തേക്കുന്നത്. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇവിടെ നമ്മുടെ മോട്ടർ ഇഷ്യൂ, വെള്ളത്തിനൊക്കെ കുറേ ഇഷ്യൂ, റോഡിൽ അതായത് വേസ്റ്റ് വെള്ളം കിട്ടും. GM എന്നോട് പറയാണ് HR ആ ഒരു ഡ്രെയിനേജ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കും. ഒരു HR പറയുന്നതാണ്. GM-നാണെങ്കിലും ഇതുപോലെ തന്നെ ഒരുപാട് കാര്യം. പിന്നെ പുള്ളിയെ സംബന്ധിച്ച് പുള്ളി നിൽക്കുന്നു എന്നുള്ള കാര്യം മാത്രം. നമുക്ക് ഈ പറഞ്ഞില്ല, ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ആദായം കിട്ടുന്നുണ്ടെങ്കിൽ ആരും എന്നും പിടിച്ച് നിൽക്കും. ഈ വെറും 13,000 രൂപയുടെ സാലറിയിൽ എനിക്ക് വരേണ്ട കാര്യമില്ല. എൻ്റെ ഓഫർ ലെറ്ററിൽ, എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്ററിൽ HR മാനേജർ അല്ലെങ്കിൽ ഇത്രയും ആനുവൽ ഇൻകം ഇത്രയുണ്ട്, ആനുവൽ ഇൻകം ഉണ്ടെന്ന് ഇത്രയും പറഞ്ഞിട്ട് പോലും എനിക്ക് 5-6 മാസം കിട്ടിക്കൊണ്ടിരുന്ന സാലറി 13,000 രൂപയാണ്. ഈ കഴിഞ്ഞ ഒരു മാസം മുന്നാണ് എനിക്ക് 15 ആക്കിയത്. എന്തായാലും 2 പേരെ ഒരു കാരണവും കൂടാതെയാണ് ഈ ഒരു സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. മുൻകൂട്ടി ലീവിന് ഇവർ അപേക്ഷിച്ചിരുന്നു, എന്നാൽ ഈ ഒരു ടെർമിനേഷൻ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. കാരണം 2 പേരുടെ ജോലി ഒരു കാരണവും കൂടാതെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവർ മുൻകൂട്ടി ലീവിന് അപേക്ഷിച്ചിരുന്നു. അതായത് ലീവ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു ലീവ് ഇവിടെ ഓൾറെഡി ഉണ്ട്. എന്നിട്ടാണ് ഇവരെ ഈ സ്ഥാപനത്തിൽ നിന്നും ഇന്ന് രാവിലെ ഒരു കാരണവും കൂടാതെ പുറത്താക്കിയിരിക്കുന്നത്. എന്തായാലും ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഇവർ 2 പേരുടെയും തീരുമാനം. ഇവിടെയുള്ള തൊഴിലാളികളോടും വളരെ മോശം രീതിയിലാണ് ഇവിടുത്തെ മാനേജറും അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ ഉടമയും സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.